റീസെന്റ് ടൈമിൽ തിയേറ്ററിൽ റിലീസായിട്ട് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന ഒരു തമിഴ് റൊമാൻറ്റിക് കോമഡി മൂവി ഞാൻ കണ്ടു. വിത്ത് ലവ് എന്നാണ് സിനിമയുടെ പേര്. ടൂറിസ്റ്റ് ഫാമിലിയുടെയൊക്കെ ഡയറക്ടറായിട്ടുള്ള അഭിശാന്ത് ജീവന്താണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണിത്. പിന്നെ നമ്മുടെ അനശ്വര രാജനാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സോ ഈ ഒരു സിനിമ ടോട്ടലി എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടാണ് അനുഭവപ്പെട്ടത്. ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേര് അറേഞ്ച്ഡ് മാരേജിന് മുന്നേ ആയിട്ടുള്ള ഒരു മീറ്റിംഗിൽ ഒരു കഫേയിൽ വെച്ച് കണ്ടുമുട്ടും. സോ അവിടെ വെച്ച് അവർക്ക് മനസ്സിലാവും ഒരു സ്കൂളിൽ തന്നെ സീനിയറും ജൂനിയറും ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് രണ്ടുപേരും. സോ അവർ അവിടെ വെച്ച് അവരുടെ സ്കൂളിൽ വെച്ചുണ്ടായിരുന്ന അവരുടെ ഒരു പ്രണയത്തിനെ കുറിച്ചൊക്കെ പറയുന്നു രണ്ടുപേരും. സോ അവർക്ക് അന്ന് രണ്ടുപേർക്കും ഇത് അവർക്ക് ഇഷ്ടപ്പെട്ട ആളോട് പറയാൻ പറ്റിയില്ല. സോ അവർ രണ്ടുപേരും ഒരു ചാലഞ്ച് പോലെ നമുക്ക് അവരെ കണ്ടുപിടിച്ചിട്ട് അവരോട് ഇത് ഇപ്പൊ പ്രൊപ്പോസ് ചെയ്യാന്നുള്ള രീതിയിൽ പോകുന്നു. സോ തുടർന്ന് നടക്കുന്ന സംഭവമൊക്കെയാണ് ഈ സിനിമയുടെ കഥ. സോ എനിക്ക് ഈ സിനിമ ഒരു ഇതിനകത്ത് ഒരു ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇത്തരത്തിൽ ഉള്ള ഒരു സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അതെനിക്ക് ഫ്രഷ് ആയിട്ട് അനുഭവപ്പെട്ടു. അത് കൊള്ളായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ആ ഒരു സ്കൂൾ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് വൈബ് കിട്ടും. സോ നമുക്ക് പലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും എല്ലാം അതിൽ കാണിക്കും. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെ സിനിമയിൽ അത്യാവശ്യം കോമഡിയും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് പാട്ടും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ ഇതിനകത്ത് പെർഫോമൻസ്, അഭിശാന്തിന്റെ പെർഫോമൻസും അതുപോലെ അനശ്വരയുടെ പെർഫോമൻസും നല്ലതായിരുന്നു. ഒരാൾ നല്ല ഗ്രൗണ്ടഡ് ആയിട്ടുള്ള പെർഫോമൻസ് ചെയ്യുമ്പോൾ അനശ്വരയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ലൊരു പെർഫോമൻസ് ആണ് അനശ്വരയും ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന സപ്പോർട്ടിംഗ് കാസ്റ്റും ഒക്കെ ഒരു ഡീസന്റ് വർക്കാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ മെയിൻ ആയിട്ടൊരു ഡ്രോബാക്ക് ആണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രീൻ പ്ലേ ഭയങ്കര ഫ്ലാറ്റ് ആണ്. അതായത് സിനിമ റൺ ടൈം ഒക്കെ വളരെ കുറവാണ്, പക്ഷെ സിനിമ ഒട്ടും ഒരു ഹാപ്പനിങ് ഇല്ലാത്തൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഫാക്ടറായിട്ടൊന്നും ഒന്നുമില്ല. ജസ്റ്റ് സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, നമുക്കതങ്ങനെ കണ്ടിരിക്കാം. അല്ലാതെ ഒരു ഹൈ പോയിന്റോ അല്ലെങ്കിൽ സ്റ്റോറിയിൽ വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. സ്റ്റോറി കുറേയൊക്കെ കഴിയുമ്പോൾ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ഇത് ഇങ്ങനെയായിരിക്കും നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. സ്റ്റിൽ നമുക്ക് കണ്ടിരിക്കാം. പിന്നെ സെക്കൻഡ് ഹാഫിന്റെ അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്കും ഒട്ടും ഇമോഷണലി യാതൊരു വിധത്തിലെ കണക്ഷൻ വരാതെ കുറെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഈ സിനിമ വരുന്നുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ ഇച്ചിരി നല്ല രീതിയിൽ പതിയെ സിനിമ പോകുന്ന ഒരു ഫീലാണ് കിട്ടിയത്. സോ എനിക്ക് ടോട്ടലി ഒരു ആവറേജ് സിനിമയായിട്ടാണ് വിത്ത് ലവ് അനുഭവപ്പെട്ടത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ റൊമാൻറ്റിക് കോമഡി നൊസ്റ്റാൾജിക് വൈബൊക്കെ കരുതുന്ന മൂവീസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ സിനിമ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരെണ്ണമാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ